അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹപാഠികളെ, നാം എല്ലാവരും മുത്തനബിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണല്ലോ. എന്നാൽ റസൂലിനെ പരിചയപ്പെട്ടാലോ? മുത്തനബിയെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു ഹുബൈബ് റളിയല്ലാഹു. ഒരിക്കൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വെച്ച് ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ വന്ന് നമ്മുടെ നബിയോട് ചോദിച്ചു, മുത്ത് നബിയെ, ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ അയച്ചു തരാമെന്ന്. ദീൻ പഠിക്കാൻ വേണ്ടിയല്ലേ എന്ന് കരുതി നമ്മുടെ നബി 10 സഹാബാക്കളെ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ രാത്രി സമയം യാത്ര ചെയ്തും പകൽ സമയം ഒളിഞ്ഞിരുന്നു റബീഹ എന്ന സ്ഥലത്തെത്തി. സുബ്ഹാനല്ലാഹ്, അവിടെ എത്തിയപ്പോഴായിരുന്നു ശത്രുക്കളുടെ തനി സ്വഭാവം കാണിക്കപ്പെട്ടത്. സ്വഹാബികളെ പലവരെയും അവർ കൊലപ്പെടുത്തി. നമ്മുടെ ഹുബൈബിനെ അവർ തടഞ്ഞു. ശേഷം ഹുബൈബിനോട് പറഞ്ഞു, നീ മുഹമ്മദിനെ തള്ളി പറഞ്ഞാൽ മതി, നിന്നെ വെറുതെ വിടാം. എന്നാൽ നമ്മുടെ വിട്ടുകൊടുത്തോ? ഇല്ല, വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഹുബൈബിനെ തന്റെ ടൈമിലേക്ക് കൊണ്ടുപോയി തൂക്കിയേറ്റാൻ പോവുകയാണ്. അങ്ങനെ ശത്രുക്കൾ ഹുബൈബിനോട് തന്റെ അവസാനത്തെ ആഗ്രഹം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ച ഹുബൈബ് പറഞ്ഞു, എന്റെ അവസാനത്തെ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിക്കാനാണ്. അങ്ങനെ ശത്രുക്കൾ അത് സമ്മതിക്കുകയും വേഗത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചു വന്ന ഹുബൈബ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മരണത്തെ ഭയമാണെന്ന് ധരിച്ചാലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വേഗത്തിൽ വന്നത്. ഇല്ലെങ്കിൽ അള്ളാഹുവെ സത്യവും ഞാൻ ഇനിയും നിസ്കരിച്ചു എന്ന് പറഞ്ഞ് ധീരതയോടെ നമ്മുടെ ഹുബൈബ് മരണത്തിലേക്ക് കീഴടങ്ങി. എന്ത് നിഷ്കാണല്ലേ? ഇതുപോലെ നമുക്കും നിഷ്ക വേണം. അള്ളാഹു നമ്മെ യഥാർത്ഥ ആശിപ്പിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഫലസ്തീനിലും ഗസയിലും കഷ്ടപ്പെടുന്ന പിഞ്ചോമന മക്കൾക്കും നീ ഹുബൈബിന് കൊടുത്ത അതേ സ്വർഗം നീ കൊടുക്കണമേ. ആമീൻ. അള്ളാഹുവേ, നീ ഞങ്ങളെല്ലാവരും യഥാർത്ഥ ആശിപ്പികളാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.